അങ്കുകളെ നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ചാനൽ ടീമുകൾ എല്ലാവരും റസ്മിനെയൊക്കെ ഇറക്കിയിട്ടുണ്ട്. റസ്മിനെയും അപ്സരേനെയും എല്ലാവരോടും പറഞ്ഞിട്ടുണ്ട്, എല്ലാവരും പോയിട്ട് ഇൻ്റർവ്യൂ കൊടുക്ക്. എന്നിട്ട് എല്ലാവരും പോയിട്ട് ജാസ്മിനെ നല്ലത് പറ, ജിൻഡോനെ മോശം പറയണം എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ നമ്മൾ റസ്മിൻ ഭായി ഒരുപടി മുന്നിലെറിഞ്ഞു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉമ്മാനെയും കൂട്ടിയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഉമ്മ പറഞ്ഞിട്ടുണ്ടല്ലോ എനിക്ക് പിന്നെ ജിൻഡോനെയാണ് ഇഷ്ടമെന്ന്. അത് പറഞ്ഞത് അത് എങ്ങനെയെങ്കിലും തിരുത്തണം എന്ന് പറഞ്ഞിട്ട് ബിഗ് ബോസിൻ്റെ പറഞ്ഞു വിട്ടതാണ്. എന്നിട്ട് ഇന്ന് തിരുത്താൻ വന്നിട്ടുണ്ട്. അതായത് ഞാൻ അന്ന് പറഞ്ഞത് പേടിച്ചിട്ടാണ്, എൻ്റെ മോളെ സൈബർ അറ്റാക്ക് ഒന്ന് ചെയ്യുമെന്ന് വിചാരിച്ചിട്ട്. അതുകൊണ്ടാണ് ഞാൻ ജിൻഡോനെ ഇഷ്ടമെന്ന് പറഞ്ഞിനി. എനിക്ക് അവനൊരു ഇഷ്ടമല്ല കേട്ടാ. എൻ്റെ പ്രിയപ്പെട്ട ഉമ്മ എല്ലാ ബഹുമാനവും കൊണ്ട് നിങ്ങളോട് പറയുകയാണ്, നിങ്ങളുടെ ഫാമിലിയുടെയോ സർട്ടിഫിക്കറ്റ് ഒന്നും ജിൻഡോന് വേണ്ട. ആ ഒരു സർട്ടിഫിക്കറ്റിനല്ല ജിൻഡോ അവിടെ പോയി നിൽക്കുന്നത്. ഏതായാലും നിങ്ങളുടെ മകളെക്കാട്ടിയും നല്ല മികച്ച പ്രകടനം തന്നെയാണ് ജിൻഡോ അവിടെ കാഴ്ചവെക്കുന്നത്. നിങ്ങളുടെ മകൾ എന്താണ് അവിടെ കാണിച്ചു വെച്ചിരിക്കുന്നത്? ഓരോ ആൾക്കാരോട് പോയിട്ട് ക്രഷ് എന്നല്ലാതെ വേറെ എന്തെങ്കിലും ഒരു ഗെയിമിന് ആ കുട്ടി അവിടെ പങ്കെടുത്തിട്ടുണ്ടോ? ആ കുട്ടി അവിടെ പിന്നെ തേഞ്ഞൊട്ടുകയല്ലേ ഉണ്ടായത്. അതുപോലെ തന്നെ ആ ഒരു പിന്നെ ഈ പവർ റൂം എന്ന് പറയുന്ന ഒരു സംഭവം ഉള്ളത് കൊണ്ട് നിങ്ങളുടെ മകൾ അവിടെ ഇത്രയും ദിവസം നിന്നു. അതിൻ്റെ ചില്ലറയും വാങ്ങിച്ചു എന്നുള്ളതാണ്. ഇല്ലെങ്കിൽ ഈ കുട്ടി ഒരു 20 ദിവസം 25 ദിവസം അതിനപ്പുറം പോകത്തില്ല. അപ്പോഴേക്ക് തന്നെ ഔട്ടാകേണ്ടതാണ്. പവർ റൂം ഉള്ളത് കൊണ്ട് മാത്രം അതിൻ്റെ അകത്ത് ഒളിച്ചിരുന്നു. ഈ പവർ റൂമിലേക്ക് എങ്ങനെയാണ് കയറിയത്, ആരാണ് പവർ റൂമിലേക്ക് കയറുക എന്ന് നോക്കുകയും അവരെ പിന്നെ എന്താ പറയേണ്ടത് അവരുമായിട്ട് പിന്നെ കമ്പനി കൂടുകയും അങ്ങനെ പവർ റൂമിലേക്ക് കയറുന്ന ഒരു വ്യക്തിയാണ് ഈ റസ്മിൻ എന്ന് പറയുന്നൊരു വ്യക്തി. അതുകൊണ്ട് തന്നെ ജിൻഡോൻ്റെ ക്വാളിറ്റിയെ പറ്റിയോ ജിൻഡോൻ്റെ കള്ളത്തരത്തിനെ പറ്റിയോ നിങ്ങളുടെ ആരുടെയും ഒരു സർട്ടിഫിക്കറ്റും വേണ്ട. പിന്നെ മറ്റൊരു കാര്യവും കൂടി പറയാം. അതായത് ജാസ്മിന് വേണ്ടിയിട്ട് ഈ പിന്നെ കൺഫെഷൻ റൂം എന്ന് പറയുന്ന ബിഗ് ബോസിൻ്റെ മഹത്തായ ഒരു സ്ഥലത്ത് കൂർക്കം വലിച്ചുറങ്ങിയ ആളാരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ പേരുള്ളത് റസ്മിൻ ബായി, അതുപോലെ തന്നെ ജാസ്മിൻ ജാഫർ എന്ന് പറയുന്ന 2 പേരാണ്. അതായത് ഇത്രയും ബിഗ് ബോസ് ചരിത്രത്തിൽ കൂർക്കം വലിച്ചുറങ്ങുക ഇവിടെ കൺഫെഷൻ റൂമിൽ. ആലോചിച്ച് നോക്കണം നിങ്ങൾ. അവസാനം ബിഗ് ബോസ് വന്ന് തട്ടി ഉണർത്തി, മക്കളെ 4 മണിക്കൂറായി നിങ്ങൾ പോകുന്നില്ലേ എന്ന് ബിഗ് ബോസ് വന്ന് തട്ടി ഉണർത്തി വിടേണ്ട ഗതികേടൊന്നും നമ്മുടെ ജിൻഡോക്കുണ്ടായിട്ടില്ല. ജിൻഡോക്കുണ്ടായിട്ടില്ല. ജിൻഡോ എന്ന് പറയുന്നവൻ നിങ്ങളുടെ മകളെ പല തവണ സേവ് ചെയ്തിട്ടുണ്ട്. പക്ഷെ നിങ്ങളുടെ മകൾ കാണിച്ചതോ? നിങ്ങളുടെ മകൾ വളരെ മോശമായ രീതിയിലല്ലേ ജിൻഡോനോട് കാണിച്ചത്. പവർ റൂമിലിരിക്കുമ്പോൾ ജിൻഡോയുടെ കൂടെയുള്ളത് റസ്മിനായിരുന്നു. പക്ഷേ റസ്മിൻ ഈ ഗബ്രിയുടെയും ജാസ്മിൻ്റെയും പേരിലാണ് അവിടെ കളിച്ചത്. അതായത് പവർ റൂം കിട്ടിയിട്ട് വരെ ഇത്രയും വലിയൊരു അധികാരം കിട്ടിയിട്ട് വരെ അത് ഗബ്രിക്കും ജാസ്മിനും വേണ്ടി കളിച്ചത് കൊണ്ടാണ് നിങ്ങളുടെ മകളെ ഇത്രയും ആൾക്കാർ വെറുക്കാനും അതുപോലെ തന്നെ ഇപ്പോഴേ പല ചാനലിലും പോയിട്ട് ജിൻഡോയെ കുറ്റം പറയാനുമുള്ള ഒരിതായത് എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. മനസ്സിലാക്കണം നിങ്ങൾ. എല്ലാം കഴിഞ്ഞിട്ടും ജിൻഡോനെ ഇത്രയും കുറ്റം പറഞ്ഞ് നടക്കുന്ന നിങ്ങളുടെ മകൾക്ക് എത്രമാത്രം വിഷമമുണ്ട്, നല്ല ദുഃഖമുണ്ട് എന്ന് നമുക്കറിയാം. നല്ല വിഷമമുണ്ട്, നല്ല അസൂയുണ്ട്. ഇതെല്ലാവർക്കും ഉള്ളതാണ്. അതായത് ജിൻഡോനെ പോലെ ആകാൻ കഴിയുന്നില്ലല്ലോ, ജിൻഡോൻ്റെ അത്ര പവർ നമുക്ക് കിട്ടുന്നില്ലല്ലോ. നമ്മൾ വെറുതെ ജിൻഡോൻ്റെ പുറകെ നടന്നു, ജിൻഡോനെ വെറുതെ മണ്ടെന്ന് വിളിച്ചു. കാരണം ജിൻഡോനെ ഇഷ്ടപ്പെടും. ഇപ്പം ഉമ്മ പറഞ്ഞില്ലേ ജിൻഡോനെ എനിക്കിഷ്ടമല്ല എന്ന്. ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് അമ്മമാർ ഇതാ ഓരോ ദിവസവും നമ്മുടെ വീഡിയോൻ്റെ അടിയിൽ വന്ന മെസ്സേജുകൾ നോക്കി ഞങ്ങൾക്ക് മനസ്സിലാകും. ലക്ഷക്കണക്കിന് അമ്മമാരാണ് മെസ്സേജ് അയക്കുന്നത്. അത് മാത്രം മതി ജിൻഡോക്ക്. ജിൻഡോ ഒരു സാധാരണക്കാരനാണ്, അല്ലാതെ ജിൻഡോ ഒരു വലിയ ആളൊന്നുമല്ല. മനസ്സിലാക്കാതെയാ. ജിൻഡോക്ക് അങ്ങനെ പെരുമാറാൻ കഴിയുള്ളൂ. കാരണം ചിലപ്പോഴും നിങ്ങളുടെ മകളെ പോലെ പെരുമാറാൻ ജിൻഡോക്ക് അറിയില്ല. കാരണം ജിൻഡോ ജീവിച്ചത് സാധാരണക്കാരുടെ കൂടെയാണ്. സാധാരണ ഒരു ഹോട്ടൽ തൊഴിലാളിയാണ്, ഒരു ബാറിലെ തൊഴിലാളി. 6ാം ക്ലാസ് മുതൽ ജിൻഡോ ചെയ്യുന്നതാണ്. അങ്ങനെ വന്ന ഒരുത്തനാണ് ജിൻഡോ. അല്ലാതെ നിങ്ങളുടെ മകളെ പോലെ വലിയ രീതിയിൽ ചിന്തിക്കാനോ ഒരു വലിയ സംഭവമായി കാട്ടാനോ ഒന്നും ജിൻഡോക്ക് അറിയില്ല. എന്തൊക്കെ ആയിക്കഴിഞ്ഞാലും ഈ റസ്മിൻ ബായി എന്ന് പറയുന്ന വ്യക്തിയെ കാട്ടിയും ഒരുപാട് ഉയരത്തിലാണ് ജിൻഡോൻ്റെ സ്ഥാനം. അത് ഈ റസ്മിനും അറിയാം. അതുകൊണ്ട് തന്നെ ഇങ്ങനെ അസൂയപ്പെടാതെ വല്ല ജോലിക്കും പോകാൻ നോക്ക് റസ്മിൻ. അതാണ് നല്ലത്. ഈ ജിൻഡോനെ എല്ലാ സ്ഥലത്തും പോയിട്ട് കുറ്റം പറഞ്ഞതുകൊണ്ടോ അല്ലെങ്കിൽ ജാസ്മിനെ പൊക്കി പറഞ്ഞതുകൊണ്ടോ ഗബ്രീനെ പൊക്കി പറഞ്ഞതുകൊണ്ടോ ഈ റസ്മിൻ ഒരു കാര്യവുമില്ല. ഇന്നിപ്പോഴേ എനിക്കറിയാം ഈ ഗബ്രീനെ പൊക്കി പറഞ്ഞതുകൊണ്ട് ഒരു ബിരിയാണി കിട്ടി, അതറിയാം. ആ ബിരിയാണി കഴിച്ചോളോ വിട്ടോളുക.
അല്ലാതെ അവിടെ കയറിയിട്ട് ബിരിയാണി തിന്നിട്ട് ഈ ജിൻഡോനെ കുറ്റം പറയാനുള്ളൊരു ലൈസൻസ് ആണെന്ന് വിചാരിക്കരുത്. അങ്ങനെ വിചാരിച്ചു കഴിഞ്ഞാൽ അത് വളരെ മോശം തന്നെയാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, എന്തിനാണ് വെറുതെയെങ്കിലും ഈ ഉമ്മാനെയും കൊണ്ട് വന്നിട്ട് ഇങ്ങനെയുള്ള വർത്തമാനം പറയുന്നത്? അതായത് ആ ഉമ്മാക്കും കൂടി എന്തിനാണ് ഇങ്ങനെ തെറി മേടിച്ചു കൊടുക്കുന്നതെന്ന് എനിക്ക് പറയാനുള്ളൂ. അതായത് അവരെ ഇനിയിപ്പോൾ ജിൻഡോന് ഇഷ്ടമില്ലെങ്കിലും ഇഷ്ടപ്പെട്ടാലും ശരി, ഇവിടെ നാട്ടുകാർക്കോ അല്ലെങ്കിൽ പൊതുജനങ്ങൾക്കോ ഒരു പ്രശ്നവുമില്ല. ഇനിയിപ്പോൾ ഈ ഉമ്മ അന്ന് ഇഷ്ടമാണെന്ന് പറഞ്ഞതുകൊണ്ട് ജിൻഡോനെ സ്നേഹിക്കുന്ന ഒരുപാട് ആൾക്കാർക്ക് ഈ ഉമ്മാനെ ഇഷ്ടമായിരുന്നു, അത്രയേ ഉള്ളൂ. അല്ലാതെ ഇനിയിപ്പോൾ ഈ ഉമ്മ ഇഷ്ടമില്ല എന്ന് പറഞ്ഞാലോ ഇഷ്ടമുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ ഒരു കുഴപ്പവും നമുക്കില്ല. നമ്മൾ അങ്ങനെയൊന്നും വിചാരിക്കുന്നുമില്ല. അതായത് നിങ്ങളുടെയൊന്നും വോട്ടും നമുക്ക് വേണ്ട. ഈ റസ്മിൻ ഭായി എന്ന് പറയുന്ന ഒരാളുടെ വോട്ടൊന്നും നമുക്ക് വേണ്ട. ജിൻഡോക്ക് അങ്ങനെ ഒരു സർട്ടിഫിക്കറ്റും വേണ്ട. അങ്ങനെ എന്തെങ്കിലും സർട്ടിഫിക്കറ്റ് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ വന്ന് നേരിട്ട് ചോദിച്ചോളാം. ജിൻഡോക്ക് ഒരു സർട്ടിഫിക്കറ്റ് വേണം റസ്മിൻ, എങ്ങനെയെങ്കിലും ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി തരണം, എവിടത്തെങ്കിലും ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി തരണം നമ്മൾ പറഞ്ഞോളാം. അപ്പോഴും റസ്മിൻ ഒരു കാര്യം ചെയ്യാം, ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി കൊടുക്കുക. അല്ലാതെ നിങ്ങളുടെ ഒന്നും നല്ല സർട്ടിഫിക്കറ്റ് ജിൻഡോക്ക് വേണ്ട. ഇവിടെ ജിൻഡോനെ അവിടെ നിർത്തിയതും റസ്മിൻ അവിടുന്ന് പറപ്പിച്ചതും ഒക്കെ പ്രേക്ഷകരാണ്, വേറെ ആരുമല്ല. പ്രേക്ഷകരാണ് ജിൻഡോനെ അവിടെ നിർത്തിയതും റസ്മിനെ അവിടുന്ന് പറപ്പിച്ചതും. അതാണ് നോക്കേണ്ടത്. അപ്പോൾ വെളിയിൽ കിടന്നിട്ട് ഇങ്ങനെ കരഞ്ഞുകൊണ്ട് ഒരു കാര്യമില്ല മോളെ. അവിടുന്ന് കാട്ടിക്കൂട്ടിയെല്ലാം നമ്മൾ കണ്ടതല്ലേ. ആ ഗബ്രിയുടെയും അതുപോലെ തന്നെ ജാസ്മിൻ്റെയും പ്രണയത്തിൻ്റെ നടുക്ക് പോയിട്ട് കുണുവാവയെ പോലെ അവിടെ കിടന്നിട്ട് അവിടെ കണ്ട് കാണിച്ചതൊക്കെ നമ്മൾ കണ്ടതാണ്. പിന്നെ എന്തിനാണ് ഇങ്ങനെ വെറുതെ എന്തിനാ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഇനി ഇതൊന്നും മോള് കണ്ടിട്ടില്ലെങ്കിൽ ആ എപ്പിസോഡ് എടുത്ത് കാണ്, ആ ലൈവും എപ്പിസോഡൊക്കെ എടുത്ത് കാണ്. അതിൻ്റെ അകത്തുണ്ട് എന്തൊക്കെയാണ് അവിടെ കാണിച്ചു കൂട്ടീനെന്ന്. ഒരു ടീച്ചറാണെന്ന് പറയുന്നുണ്ട്. ഒരു ടീച്ചറെ നിലവാരത്തിലാണോ അവിടെ പെരുമാറിയിരിക്കുന്നത്? താങ്കൾ തന്നെ പറയുന്നുണ്ട് ഞാനൊരു ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചറാണെന്ന്. ആ ഒരു നിലവാരം അവിടെ കാണിച്ചോ? ആ ഒരു നിലവാരം പോലും അവിടെ കാണിച്ചില്ലല്ലോ. ഞാൻ ഇതിനെ പറ്റിയിട്ട് ഒരാൾ ഒരു കമൻ്റ് ഇട്ടിനെ, ഒരു ടീച്ചർമാർക്ക് പോലും നാണക്കേടാണെന്ന്. ടീച്ചർമാരുടെ നിലവാരം വരെ കളഞ്ഞൊരു വ്യക്തിയാണ് റസ്മിൻ ഭായി എന്ന്. ഏതായാലും ജിൻഡോ ഒരാൾക്ക് പോലും പേരുദോഷം ഉണ്ടാക്കി കൊടുത്തിട്ടില്ല. പിന്നെ സ്ത്രീകളെ പോലും അനാവശ്യം പറഞ്ഞിട്ടില്ല. അവിടെ പോയിട്ട് ഒരു സ്ത്രീയെ പോലും പ്രേമിക്കാനും നിന്നിട്ടില്ല ജിൻഡോ. മറ്റേ ഒരാളോട് പോലും ക്രഷ് ഉണ്ട് എന്നും പറഞ്ഞിട്ടില്ല. നേരെ മറിച്ച് റസ്മിൻ ഭായി എന്താണ് അവിടെ ചെയ്തത്? ഞാൻ പറയണോ വീണ്ടും? അവിടെ എന്താണ് ചെയ്തത്? അതാണ് ആലോചിക്കേണ്ടത്. നമ്മൾ ആദ്യം നമ്മൾ നന്നാവണം. നമ്മൾ നന്നായിട്ട് വേണം മറ്റുള്ളവരെ ഉപദേശിക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് എൻ്റെ ബഹുമാനപ്പെട്ട ഉമ്മയോട് പറയാനുള്ളത്, ഉമ്മ ഇനിയും വിളിക്കുന്നിടത്ത് പോകരുത്. കാരണം എന്താ വെച്ചാൽ ഉമ്മ ഗെയിമിലൊന്നും ഇല്ലാത്തൊരു വ്യക്തിയാണ്. ഉമ്മാൻ്റെ ജോലി നോക്കി വെക്കുക. കാരണം റസ്മിൻ ഗെയിമിലുള്ളതാണ്. അപ്പോൾ റസ്മിൻ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ റസ്മിൻ ഇത് കേൾക്കാനും ബാധ്യസ്ഥതയാണ്. അതുകൊണ്ട് തന്നെ ഈ ജാസ്മിനെ ന്യായീകരിക്കാനും വെളുപ്പിക്കാനൊന്നും ഇതൊന്നും ആവില്ല. ഇതിലും മേലെയാണ് ജിൻഡോയുടെ സ്ഥാനം ഇവിടുന്ന്. അതുപോലെ തന്നെ ഇനിയിപ്പോൾ നിങ്ങൾ ഈ അറേബ്യ നാട്ടിലുള്ള മുഴുവൻ അത്തറുകൾ കൊണ്ടുവന്ന് പൂശിക്കഴിഞ്ഞാലും ഈ നാറ്റക്കേസ് മാറൂല. അത് നിങ്ങൾ ആലോചിച്ച് നോക്കണം. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ സുഹൃത്തുക്കളെ ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ കൺഫഷൻ റൂമിൽ പോയിട്ട് ഉറങ്ങിയത് ആരാണ്? ഞാനല്ല. നന്ദി, നമസ്കാരം.